ധ്യാനമാക്കിടും നീ ധ്യാനമാകും ജീവിതത്തിൽ മനമേ യേശുവിൻ പാതുകമാകും ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൽ നിർജ്ജതിയിൽ പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാനിത്യം നീ മൊഴിയും പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാനിത്യം നീ മൊഴിയും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ യേശുവിൻ പാതുകമാകും ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൽ നിർജ്ജതിയിൽ യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ നിത്യം പൂത്തുനിൽക്കും യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ നിത്യം പൂത്തുനിൽക്കും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ യേശുവിൻ പാതുകമാകും ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൽ നിർജ്ജതിയിൽ മനമേ യേശുവിൻ പാതുകമാകും ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൽ നിർജ്ജതിയിൽ. ആരും കാണാൻ പറ്റില്ല, നമ്മൾ മാത്രമായിട്ട്
കുഞ്ഞു നീങ്ങുന്നു. അപ്പൊ പാട്ട് കണ്ടില്ലേ? ഇന്ന് പാടല്ലേ? സൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ നാദമെന്നും സുഖരോഗാനന്ദഗാനം പാടുവാൻ സൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ നാദമെന്നും സുഖരോഗാനന്ദഗാനം പാടുവാൻ ലോകമെന്നും നടുവീടും ശസ്ത്രമായി തകർന്നീടും അധികാര കോട്ടകൾ ലോകമെന്നും നടുവീടും ശസ്ത്രമായി തകർന്നീടും അധികാര കോട്ടകൾ ദൈവസ്ഥാനമാണ് ലാഭമായി തീർന്നു പോ സൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ അണിയണിയായി പറന്നിടും മൃതന്മാരും ഉയരത്തിൽ കട്ടതയിൽ നാടു നീ ശോഭിപ്പാൻ അണിയണിയായി പറന്നിടും മൃതന്മാരും ഉയരത്തിൽ കട്ടതയിൽ നാടു നീ ശോഭിപ്പാൻ പ്രാണപ്രിയനൊപ്പം മോദമോടെ അധികാരം പങ്കിടാൻ പ്രാണപ്രിയനൊപ്പം മോദമോടെ വാണിടാൻ അധികാരം പങ്കിടാൻ ദൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു
സാധ്യമോ സ്വർഗത്തിലോ പുരിയതിൽ ഉയർന്നേറും വാക്യമേളം ഭൂമിൽ വർണ്ണിച്ചിടുവാൻ സാധ്യമോ ദൈവ മക്കൾക്കുള്ളൊരവകാശം മാത്രമതേ നേടിയെടുക്കുന്നോർ ഭാഗ്യമുള്ളോ നിർണയം ദൈവ മക്കൾക്കുള്ളൊരവകാശം മാത്രമതേ നേടിയെടുക്കുന്നോർ ഭാഗ്യമുള്ളോ നിർണയം ദൂതസൈന്യം മണിയറയിൽ ഒരുങ്ങുന്നു വേഗമായി യേശുനാഥൻ നാദമെന്നും കേൾപ്പിക്കാൻ ആകാശഗാനം പാടുവാൻ ആകാശഗാനം പാടുവാൻ സമാധാനന്റെ ലക്ഷ്യം സമാധാനന്റെ മാർഗം സത്യത്തിൻ ദീപമതേ നിത്യതയോ ഹരി നേടും സമാധാനന്റെ ലക്ഷ്യം സമാധാനന്റെ മാർഗം സത്യത്തിൻ ദീപമതേ നിത്യതയോ ഹരി നേടും എന്നാശ്രയം എന്നെ സുവത്രേ എന്നാ ശ്വാസം എന്നെ സുവത്രേ എന്നാടമ്പം എന്നെ സുവത്രേ എന്നാധാരം എന്നെ സുവത്രേ എന്നാ ശ്വാസം എന്നെ സുവത്രേ എന്നാടമ്പം എന്നെ സുവത്രേ എന്നാടമ്പം എന്നെ സുവത്രേ എന്നാധാരം എന്നെ സുവത്രേ സുഖമതാനന്റെ ലക്ഷ്യം സ്നേഹമതാനന്റെ മാർഗം സത്യത്തിൻ ദീപമാതേ നിത്യതയോ ഹരി നേടും സ്വന്തജീവൻ തന്നു എന്നെ വീണ്ടെടുത്ത നാഥ സ്വന്തം നാട്ടിൽ എന്നെ ചേർന്നു വന്നിടും സ്വന്തജീവൻ തന്നു എന്നെ വീണ്ടെടുത്ത നാഥ സ്വന്തം നാട്ടിൽ എന്നെ ചേർന്നു വന്നിടും
ലോകമോഹ ചിന്തതല്ലുമേശിയാതെ എന്നെ ശാശ്വത പാതകളിൽ നിർത്തണമേ. ലോകമോഹ ചിന്തതല്ലുമേശിയാതെ എന്നെ ശാശ്വത പാതകളിൽ നിർത്തണമേ. എന്നാശ്രയം എന്നേശുവത്രേ, എന്നാശ്വാസം എന്നേശുവത്രേ, എന്നാനന്ദം എന്നേശുവത്രേ, എന്നാധാരം എന്നേശുവത്രേ, എന്നാശ്രയം എന്നേശുവത്രേ, എന്നാശ്വാസം എന്നേശുവത്രേ, എന്നാനന്ദം എന്നേശുവത്രേ, എന്നാധാരം എന്നേശുവത്രേ. സാഗരത്തിൻ തീരയേറി വന്നാലും ലോകരെല്ലാം എനിക്കെതിരായി നിന്നാലും, സാഗരത്തിൻ തീരയേറി വന്നാലും ലോകരെല്ലാം എനിക്കെതിരായി നിന്നാലും, മാറിടാത്ത സ്നേഹമായി യേശുകൊണ്ട് ചാരേ മാറടച്ചു കാത്തിടുന്ന കാരുണ്യനാഥൻ. മാറിടാത്ത സ്നേഹമായി യേശുകൊണ്ട് ചാരേ മാറടച്ചു കാത്തിടുന്ന കാരുണ്യനാഥൻ. എന്നാശ്രയം എന്നേശുവത്രേ, എന്നാശ്വാസം എന്നേശുവത്രേ, എന്നാനന്ദം എന്നേശുവത്രേ, എന്നാധാരം എന്നേശുവത്രേ, എന്നാശ്രയം എന്നേശുവത്രേ, എന്നാശ്വാസം എന്നേശുവത്രേ, എന്നാനന്ദം എന്നേശുവത്രേ, എന്നാധാരം എന്നേശുവത്രേ. സ്വർഗമതാണെന്റെ ലക്ഷ്യം, സ്നേഹമതാണെന്റെ മാർഗം, സത്യത്തിൽ ദീപമതേതി നിത്യതയോ കരിന്നേടും. ആമേൻ. ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന സത്യങ്ങളിൽ ശ്രമിക്കുവാനുള്ളതായ ഒരു അവസരമാണിത്. പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരുന്നാൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന, തുടർന്ന് കേൾക്കുന്ന തിരുവചനങ്ങളെ ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവിന് സാധിക്കുമായതിനാൽ സമാധാനത്തിൻ്റെ നായകനായ നിത്യത നമുക്ക് വാഗ്ദത്തം ചെയ്ത ആ കർത്താവിനെ കുറിച്ചുള്ളതായ തിരുവചന ശ്രവണ രീതികളെ നിങ്ങൾക്കായിട്ട് ഇവിടെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി അത് ശ്രമിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയോടുകൂടെ കാട്ടാക്കട സർക്കിൾ ശ്രമിച്ച അജയകുമാർ അവരുടെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു സന്ധ്യയോടടുക്കുന്നതായ സമയം പേഴുമൂട് ജംഗ്ഷനിൽ ദൈവിക വചനങ്ങളെ പങ്കുവയ്ക്കാൻ ഒരു അവസരത്തെ കൂടി സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയിരിക്കാൻ ദൈവത്തെ നന്ദി അർപ്പിക്കുകയാണ്. ഒരവസരത്തെ കൂടെ ദൈവം നൽകിയിരിക്കാൻ ദൈവത്തെ നന്ദി അർപ്പിക്കുകയാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ, ആ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും ആ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ദേശത്തോട് അറിയിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു അവസരത്തെ കൂടെ നൽകിയിരിക്കുകയാണെന്നാൽ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവനെ വെച്ചുകൊടുത്തുകൊണ്ട് നേടിയെടുത്തതായ സുവിശേഷം
സുവാർത്ത ഈ കാലഘട്ടത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് സമീപിക്കുവാനായിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നതായ അഥവാ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, സകല മനുഷ്യരും യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ ആ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു ഈ കാലഘട്ടത്തിൽ തൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നതായ കാലഘട്ടത്തിൽ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കണം എന്ന ആശയത്തോടുകൂടെ ആ ദൈവിക വചനങ്ങളെ ഉൾക്കൊണ്ട് അതിന് പ്രകാരം ഈ ദേശങ്ങളിൽ അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരത്തെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സന്തോഷപൂർവ്വം ഞങ്ങളത് സ്വീകരിച്ചുകൊണ്ട് ഈ ദേശത്തിലെ നല്ലവരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കർത്താവായ ദൈവം ഈ ദേശത്തോട് അറിയിക്കുവാൻ നൽകിയ വിലയേറിയ ദൂതുകളെ അറിയിപ്പാൻ ഇടയാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാണ് കർത്താവായ യേശു ക്രിസ്തു? യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായ ആവശ്യകത എന്താണ്? വേദപുസ്തകത്തിലൂടെ നാം പഠിക്കുമ്പോൾ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവാണ്. വേദപുസ്തകത്തിൽ വളരെ കൃത്യതയോടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവാണ്. എന്തെന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവം അഥവാ യേശു ക്രിസ്തു അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുമാത്രവുമല്ല, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യവും അതിൻ്റെ 10-ാമത്തെ വാക്യവും അതിൻ്റെ 14-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവാണ്, സകല മനുഷ്യനും യേശു ക്രിസ്തു മുഖാന്തിരം ഉളവായി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സകല മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആ ഭാഗങ്ങളൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉദിക്കുന്നത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകത്തിലുള്ളത് അപ്രകാരം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതിന് വായിച്ച് മനസ്സിലാക്കി നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നതായ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പോലും നിത്യമരണത്തിൽ യോഗ്യരായി തീരാതെ ആ നിത്യമരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് പ്രവേശിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ആ സത്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെടുത്തുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈ വർത്തമാനം, ഈ സുവാർത്ത നിങ്ങൾക്ക് കൈമാറുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ഞങ്ങൾ വായിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നോക്കുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. നോക്കുക, വചനം ദൈവമായിരുന്നു എന്നാണ്. അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം എന്ന് പറയുന്നത് ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവിടുത്തെ മുഖാന്തരമുള്ള സകലതും ഈ വചനമെന്ന യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല. ഉളവായതൊന്നും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി. സകലതും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി എന്നാണ്. യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഉളവായിട്ടില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കും. അവിടുന്ന് ലോകത്തിലുണ്ടായിരുന്നു. നോക്കുക, യേശു ക്രിസ്തു ലോകത്തിൽ ഉണ്ടായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ലോകം യേശുക്രിസ്തു മുഖാന്തരം ഉളവായി. ആ സകല മനുഷ്യനും യേശുക്രിസ്തു മുഖാന്തരം ഉളവായി. ലോകമോ അവിടുത്തെ അറിഞ്ഞില്ല. ആ ലോകമെന്ന് പറയുന്ന നമ്മൾ ഓരോ വ്യക്തികളും യേശുക്രിസ്തുവിനെ അറിയാതെ പോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സ്വന്തത്തിലേക്ക് വന്നു. യേശുക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവിടുത്തെ കൈക്കൊണ്ടില്ല. ആ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. നമുക്കതിന്റെ
14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു. നോക്കുക, വചനമെന്ന ക്രിസ്തു ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവാണ്. ആയതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. സകല ഭൂവാസികളും ഭാഷയും ഗോത്രവും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു, ഒരു സുവാർത്ത ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് ആ സുവാർത്ത എന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യനും വേണ്ടുന്നത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിന്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിനു മഹത്വം കൊടുപ്പിൻ. ദൈവത്തിന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. അപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയത് ആരാണ്? വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, സകലതും യേശുക്രിസ്തു മുഖാന്തിരമുളവായി. യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പോൾ സകലതും യേശുക്രിസ്തു മുഖാന്തിരം ഉളവായി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരു നിത്യജീവൻ ഉള്ളൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? ഇത് മനുഷ്യൻ മരിക്കുവാൻ തുടങ്ങിയതായ കാലഘട്ടങ്ങൾ മുതൽ ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പ്രിയപ്പെട്ടവരായ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ അത് വലിയ രോഗാവസ്ഥകളിൽ അല്ലെങ്കിൽ യാദൃച്ഛികമായ ആക്സിഡന്റ് അപകടങ്ങളിലൂടെ മരിച്ചു പോകുമ്പോൾ അവർ ജീവിതത്തിൽ എന്താണ് ഏതൊരറ്റവും കണ്ടെത്താത്ത, ജീവിതം ആസ്വദിക്കാത്ത, ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ കണ്ടെത്തുവാനും കഴിയാതെ അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞങ്ങൾ സ്നേഹിച്ച് ജീവിച്ച് കൊതിതീരാത്തതായ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്: ഈ മരിച്ചു പോകുന്നതായ വ്യക്തിത്വങ്ങൾ വീണ്ടും ജീവിക്കുമോ? ഇതേ ഒരു ചോദ്യം തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ലാസർ മരിച്ചുപോയതായ സാഹചര്യത്തിൽ തന്റെ സഹോദരി, ലാസറിന്റെ സഹോദരി മാർത്ത യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തുവിനോട് മാർത്ത പറയുന്നു, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു അതിന് മറുപടി പറയുകയാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആരാണ് യേശുക്രിസ്തു? ഈ പ്രപഞ്ചത്തിൽ കിടുകിടെ വിറപ്പിച്ച് ഭരണം നടത്തിയ അനേകം ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. മുസോളിനി ചക്രവർത്തിയെ പോലെയും അതുപോലെ ഹിറ്റ്ലറിനെ പോലെ അനേക ആയുധങ്ങൾ ഈ ലോകത്തെ കിടുകിടെ വിറപ്പിച്ചു. അവർ ആർക്കും പറയുവാൻ കഴിയാത്തതായ, ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നതായ രാജാക്കന്മാരും ആയതുപോലെ പ്രസിഡന്റുമാരുമൊക്കെ ഉണ്ട്. ആർക്കും പറയുവാൻ കഴിയാത്തതായ ഒരു കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞത്: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി, യേശുക്രിസ്തു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവാണ്. ആയതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയതായ ദൈവത്തെ നമസ്കരിക്കണം. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയതായ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കുവാൻ ഒരു ചോദ്യമുണ്ട്: നമുക്ക് തുല്യനായി വെറും ഒരു മനുഷ്യനായി യേശുക്രിസ്തു ഭൂമിയിൽ ജീവിക്കുവാനുണ്ടായ കാരണം എന്താണ്? വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ആരും ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്. നിരീശ്വരവാദികളായ വ്യക്തിത്വങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെറും ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു വെറും ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാകും? പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ വലിയ ദൈവമായിരിക്കെ, സകലത്തെയും സൃഷ്ടിച്ചതായ ഒരു ദൈവം എന്തുകൊണ്ട് ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിച്ചു?
വേദപുസ്തകം അതിന് വളരെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും വായിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ നോക്കുക, നമ്മൾ ഓരോ വ്യക്തികളെയും യേശുക്രിസ്തു പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ. യേശുക്രിസ്തു സൃഷ്ടിച്ച സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. ആയതുകൊണ്ട് മക്കളാകുന്ന നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ആ യേശുക്രിസ്തുവും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ മുഴുവനും എന്ത് ചെയ്തു? തന്റെ മരണത്താൽ വിടുവിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ നിത്യമരണത്തിന് യോഗ്യരായിരിക്കെ കർത്താവായ ദൈവത്തിന്റെ ആ നിയമങ്ങളെ ലംഘിച്ച് ഞങ്ങൾ പാപം ചെയ്ത് പാപത്തിന്റെ ശമ്പളമെന്ന നിത്യമരണത്തിലേക്ക് അകപ്പെട്ടിരിക്കുമ്പോൾ ആ നിത്യമരണത്തിൽ നിന്നും തന്റെ ജീവനെ അർപ്പിച്ച് പാപരഹിതനായി 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് പാപികളുടെ പാപ നിർമാർജനത്തിന് അല്ലെങ്കിൽ പാപക്ഷമയ്ക്ക് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധ്യമുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താണ് പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പാപം എന്ന് പറയുന്നത് കൽപ്പനയുടെ ലംഘനമാണ്. എന്നാൽ എബ്രായർക്ക് എഴുതിയ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ വളരെ കൃത്യതയോടെ യേശുക്രിസ്തു പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതിന് വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവിടുന്ന് കരുണയുള്ളവനും യേശുക്രിസ്തു കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് യേശുക്രിസ്തു ഈ പ്രപഞ്ച സൃഷ്ടാവായ സകലത്തെയും സൃഷ്ടിച്ചതായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുവാൻ ഇടയായി തീർന്നത്. മക്കൾ ജഡരക്തങ്ങളോടായിരിക്കൊണ്ട് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ നമുക്ക് തുല്യനായി ഭൂമിയിൽ വരുവാൻ ആവശ്യമായിരുന്നു എന്നാണ്. യേശുക്രിസ്തു 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അവൻ പാപം ചെയ്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതിന്റെ 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ, യേശുക്രിസ്തുവിൽ പാപം ഇല്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ പാപം ഇല്ലാത്തത് കൊണ്ട് ഒരു പാപിയുടെ പാപം ഏറ്റെടുക്കുവാൻ പാപമില്ലാത്തതായി ഈ ഭൂമിയിൽ മനുഷ്യന് തുല്യനായി ജീവിച്ചു മരിച്ച ഒരു വ്യക്തിക്കേ കഴിയുകയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആയതുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതി നൽകിയതായ ദൈവത്തിന്റെ 10 കൽപ്പനകളെയാണ് അവിടെ വെളിവാക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ അല്ലാതെ വേറെ ഒരു ദൈവവും നിങ്ങൾക്ക് ഉണ്ടാകരുത്. 2 സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിന് കീഴിലുള്ള ഏതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്. 3-ാമത്തെ നിയമം ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ നാമം വൃഥാവെടുക്കരുത്. 4 ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും തികക്ക. 7-ാമത്തെ ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും നിന്റെ പുത്രിയും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും നിന്റെ ആടുകളും മാടുകളും ഏതൊന്നും ഒരു വേലയും ചെയ്യരുത്. യഹോവ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാമത്തെ ദിവസം സ്വസ്ഥനായിരുന്നു. വളരെ കൃത്യതയോടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സൃഷ്ടിപ്പിന്റെ അടയാളമാണ്
ഏഴാമത്തെ ദിവസമെന്ന വിശുദ്ധ ദിവസം. ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് സൃഷ്ടിപ്പിന്റെ സ്മാരകമാണ്, അടയാളമാണ്. ആയതുകൊണ്ട് ആ ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഈ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത് എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് വെളിവായി വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആദ്യത്തെ 4 കൽപ്പന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അവസാനത്തെ 6 കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം ഉറപ്പിക്കേണ്ടതിന് നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. ആ 5ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നീ വസിക്കുന്നതായി ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. 6 കൊല ചെയ്യരുത്, 7 വ്യഭിചാരം ചെയ്യരുത്, 8 മോഷ്ടിക്കരുത്, 9 കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്, 10 കൂട്ടുകാരന്റെ ഭാര്യയെയോ കൂട്ടുകാരന്റെ വസ്തുവകകളോ കന്നുകാലികളെയോ ഏതൊന്നും മോഹിക്കരുത് എന്ന നിയമത്താൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നാം ഓരോരുത്തരും വളരേണ്ടതിന് ദൈവിക കൽപ്പനകളെ നമുക്കനുസരിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യതയോടെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടതാണ് കർത്താവായ യേശുക്രിസ്തു. പൂർണ്ണ മനുഷ്യനായിരുന്നു കൊണ്ട് ഈ നിയമങ്ങളെ അനുസരിക്കാൻ കഴിയും എന്ന് യേശുക്രിസ്തു സ്ഥാപിക്കുകയും പാപിയായ നമുക്ക്, അല്ലെങ്കിൽ ഈ കൽപ്പനയുടെ ലംഘനത്തിലായിപ്പോയ നാം ആ കൽപ്പന ലംഘിയാണ്, പാപിയാണ്, നിത്യമരണത്തിന് ഞാൻ യോഗ്യനായിപ്പോയി എന്ന് അംഗീകരിക്കപ്പെടുകയും യേശുക്രിസ്തുവിൽ കൂടെ എനിക്ക് പാപമോചനമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ആയതുകൊണ്ട് ദൈവകൽപ്പനയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന വെളിപ്പാട് കാരനായ യോഹന്നാൻ വളരെ കൃത്യതയോടെ വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം സാധ്യമാവുകയുള്ളൂ എന്ന് വളരെ കൃത്യതയോടെ വേദപുസ്തകം പഠിപ്പിക്കുക. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ പുസ്തകം അതിന്റെ 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ മുൻകണ്ടിട്ട് പൗലോസ് പറയുന്നതായ ആ ദൈവിക ആലോചന പ്രകാരം പരിശുദ്ധാത്മാ പ്രേരിതനായിക്കൊണ്ട് പറയുന്നു, ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്തതായ ഒരു സുവിശേഷമെങ്കിലും അത് ലഭിക്കുമ്പോൾ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പൊറുക്കുന്നത് ആശ്ചര്യം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആരാണ് ഈ മറ്റൊരു യേശു? പൗലോസ് പറയുന്നു, ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറെ ഒരു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ നോക്കുക, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ പ്രപഞ്ച സൃഷ്ടാവാകുന്ന യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. എന്തെന്നാൽ അതിനേക്കാൾ വലിയ ഒരു സംഭവം അവിടെ അരങ്ങേറുകയാണ്. അത് ആശ്ചര്യമല്ല. എന്തെന്നാൽ നോക്കുക, സാത്താൻ താനും വെളിച്ചദൂതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ സാത്താന്റെ ശുശ്രൂഷക്കാർ നീതി എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നത് ആശ്ചര്യമില്ല. പ്രിയമുള്ളവരെ, ആരാണ് ഈ യേശുക്രിസ്തുവിന് എതിരാളിയായി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് പകരക്കാരനായി വന്നിരിക്കുന്നതായ ഒരു വ്യാജമായ ആരാധനാ ക്രമം എന്ന് പറയുന്നത്? അത് മാനുഷിക നിയമമാണ് എന്ന് അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങളിൽ വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വായിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മാനുഷ്യ കൽപ്പനകളായ
പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൽപ്പനയല്ല, മാനുഷികമായ മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ കൊണ്ടുവന്നതായ മാനുഷിക നിയമങ്ങളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യക്തമായി ഭജിക്കുന്നു. യേശു ക്രിസ്തുവിനെ വ്യക്തമായി ഭജിക്കുന്നു, വെറുതെ ആരാധിക്കുന്നു എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് അത് വേറെ ഒരു യേശുവിനെ കുറിച്ചാണോ, അതോ സാത്താൻ യേശു ക്രിസ്തുവിന്റെ വേഷത്തിൽ ധരിച്ച് ആ വേഷത്തിൽ നിന്നുകൊണ്ട് ആ യേശു ക്രിസ്തു അല്ല, ആ വ്യാജമായ യേശു ക്രിസ്തു ആണോ ഈ ആരാധനകൾ സ്വീകരിക്കുന്നത്, അത് മാനുഷിക നിയമമാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ട സാഹചര്യത്തിലാണ് നാം നിന്ന് നിൽക്കുന്നത്. എന്തെന്നാൽ ഈ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ പോയി തനിച്ച് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും എന്ന് പറഞ്ഞത് അത് എപ്പോൾ സംഭവിക്കുമെന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനും രണ്ടാം വരവ് സംഭവിക്കുന്നതും ലോക അവസാനത്തിന്റെ അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം, അത് പറഞ്ഞു തരണം എന്ന് യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു. അതിന് യേശു ക്രിസ്തു മറുപടി പറഞ്ഞത് എന്താണെന്ന് ഞാൻ വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായം 4-5 വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ യേശു ക്രിസ്തുവിന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. പ്രിയമുള്ളവരെ, നാം തെറ്റായ ആരാധനകളിലൂടെയാണോ കടന്നു പോകുന്നത്? വ്യാജമായ ഒരു ആരാധന ക്രമത്തിലൂടെയാണോ പോകുന്നത്? ലോകം കൊണ്ടുവന്നതായ മാനുഷിക നിയമങ്ങളിലൂടെയാണോ ഞാൻ കടന്നു പോകുന്നത്? അതാ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിരൽ കൊണ്ട് എഴുതി നൽകിയതായ 10 കൽപ്പന അനുസരിച്ച് ആണോ ഞാൻ ജീവിക്കുന്നത്? ആ സന്മാർഗിക ന്യായപ്രമാണ പ്രകാരമാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായ കാലഘട്ടത്തിലാണ്. എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. എന്നാൽ വ്യാജമായ ആരാധനകളിലൂടെ പറഞ്ഞു വരുത്തുന്നതായ ഒരു കിംവദന്തിയുണ്ട്. എന്തെന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടുകൂടെ പഴയ നിയമം മാറിപ്പോയി, ഞാൻ പുതിയ നിയമത്തിന്റെ ഉപദേഷ്ടാക്കളാണ്, പുതിയ നിയമം അനുസരിക്കുന്നവരാണ്. എന്താണ് പുതിയ നിയമം? എന്തുകൊണ്ടാണ് ഒരു നിയമം നിലവിലിരിക്കെ ആ നിയമത്തെ മാറ്റി ആ സ്ഥാനത്ത് മറ്റൊരു നിയമം വരുവാൻ കാരണം എന്താണ്? വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഒരു നിയമത്തെ മാറ്റി ആ നിയമത്തെ നമ്മൾ മറ്റൊരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം പൂർണ്ണതയിലെത്തുന്നു, അഥവാ ആ നിയമത്തിന്റെ കാലാവധി അവസാനിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു നിയമത്തിന് പ്രവേശിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഴയ നിയമം എന്താണെന്ന് അറിയണമെങ്കിൽ പുതിയ നിയമം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമം ഇപ്രകാരം പറയുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ പുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 23, 24, 25 വാക്യങ്ങൾ കൃത്യതയോടെ വായിക്കുകയാണെങ്കിൽ അവിടെ പുതിയ നിയമം എന്താണെന്ന് വ്യക്തമാക്കുന്നു. അവിടെ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും, നോക്കുക, പൗലോസ് പറയുന്നതായ കാര്യമാണ്. ഞാൻ യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തതായ ആ രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, യേശു ക്രിസ്തു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ പറയുന്നു. ഈ പഴയ നിയമത്തിന്റെ ആ നിയമങ്ങൾ, അത് യാഗകർമാദികളാകുന്ന നിയമത്തെ കുരിശിൽ തറച്ചു നീക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പഠിപ്പിക്കുന്നത് ന്യായപ്രമാണം പോയാൽ, അഥവാ സന്മാർഗിക ന്യായപ്രമാണം എന്ന 10 കൽപ്പനയിലെ ഒരു നിയമം ലംഘിച്ചാൽ അതിന് തക്കതായ ശിക്ഷ എന്ത് കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്ത് മോശെ 7-ാമത്തെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരെ കല്ല് എറിഞ്ഞു കൊല്ലണം. പ്രിയമുള്ളവരെ, 2 ന്യായപ്രമാണത്തെ കണ്ട് ഇനി ഒരു ന്യായപ്രമാണം കൂടെ ഉണ്ട്. എബ്രായർക്ക് എഴുതിയ പുസ്തകം അതിന്റെ 10-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യവും 8ഉം 9ഉം വായിച്ച് നോക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചും അഥവാ കുരിശിലെ മരണത്തെക്കുറിച്ചും മൃഗയാഗ കർമാദികളെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. നോക്കുക, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല
പേര് മാത്രം ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന നോക്കുക, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും അങ്ങ് ഇച്ഛിച്ചില്ല, ദൈവം ആഗ്രഹിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് രണ്ടാമത്തതിനെ സ്ഥാപിക്കുവാൻ, രണ്ടാമത്തത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തെ ഉറപ്പിക്കുവാൻ, സ്ഥാപിക്കുവാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ഒന്നാമത്തേതെന്ന് പറയുന്നത് മൃഗയാഗ കർമാദികളെ നീക്കിക്കളയുന്നു. അവൾ മൃഗയാഗ കർമാദികൾ എന്ന ന്യായപ്രമാണമാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തോടെ നീക്കിക്കളഞ്ഞു, കുരിശിൽ തറച്ചു നീക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം നീങ്ങിപ്പോയി. ഇനി ന്യായപ്രമാണത്തിൽ അതൊന്നും അനുസരിക്കേണ്ടതായ ആവശ്യമില്ല. പുതിയ നിയമപ്രകാരം നമ്മൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായ ദിവസത്തിൽ ആരാധിച്ചാൽ മതി എന്ന് പറയുന്നത് മാനുഷിക നിയമമാണ്. ഈ മാനുഷിക നിയമം അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തെ വ്യക്തമായി ഭജിക്കുന്നു, വെറുതെ ആരാധിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെ വെറുതെ ആരാധിക്കുന്നുവെങ്കിൽ അവർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ കൂടെ വായിച്ച് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നോട് കർത്താവേ കർത്താവേ, നോക്കുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കുന്നവനല്ലാതെ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും, അവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. കർത്താവേ 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 കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് സംഭവിക്കുന്നതായ ദിവസത്തിൽ ഞങ്ങൾ യേശുക്രിസ്തുവിനോട് ചോദിക്കും. അതിന് യേശുക്രിസ്തു എന്ത് മറുപടിയാ പറയുന്നത്? അന്ന് യേശുക്രിസ്തു ഈ ചോദിക്കുന്ന വ്യക്തികളോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, കൽപ്പന അനുസരിക്കാത്തവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് ഞാൻ ആ നാളിൽ തീർത്തും പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്ന വ്യാജമായ ആരാധനകളുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്ന മാനുഷിക നിയമങ്ങൾ അനുസരിച്ച് നടക്കുന്ന ആരാധനകളുണ്ട്. ഇതിൽ നിന്നും കർത്താവായ പ്രപഞ്ച സൃഷ്ടാവായ യേശുക്രിസ്തുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നതിന്റെ ഏക അടയാളം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവ് സകല സൃഷ്ടിയും തീർത്ത ശേഷം 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു. ആയതുകൊണ്ട് 7-ാം ദിവസത്തിൽ ഉള്ള ആരാധന സ്വസ്ഥമായിരിക്കണമെന്ന ദൈവത്തിന്റെ ആ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോഴാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ യേശു ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നത്. അപ്പോൾ ചോദിക്കും, അത് പഴയ നിയമമാണ്, ശബദ് ആരാധിക്കുന്നത്, പഴയ നിയമ കൽപ്പനകളൊക്കെ അത് പഴയ നിയമമാണ്, അത് ഇസ്രായേലിന് കൊടുത്തതാണ് എന്ന് നാം പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു ജയിച്ചിരിക്കൊണ്ട് അന്ന് ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ചു ജയിച്ചിരിക്കയാൽ നീ ഇന്നു മുതൽ യാക്കോബ് എന്നല്ല